അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. യാ തുലാബ് കൈഫൽ ഹാൽ? സൈൻ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. എല്ലാവരും നല്ല ഉഷാറായിട്ട് മറുപടി പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് 3-ാം ക്ലാസ്സിലെ അടുത്ത പാഠഭാഗത്തിലേക്ക് കടക്കാം. ആർ യു റെഡി? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രാർത്ഥന പഠിച്ചു അല്ലേ? നല്ല മനോഹരമായ പ്രാർത്ഥന എല്ലാവരും ചൊല്ലി കുറച്ച് ആളുകളൊക്കെ ഗ്രൂപ്പിൽ അവതരിപ്പിച്ചു. അതിനുശേഷം നമ്മൾ ഗ്രീറ്റിംഗ് കാർഡുകൾ അല്ലെങ്കിൽ ആശംസ കാർഡുകളെ കുറിച്ചാണ് പഠിച്ചത്. അത് ഈദ് മുബാറക്കുമായി ബന്ധപ്പെട്ടതും ഓണാശംസകളുമായി ബന്ധപ്പെട്ടത്. നമ്മുടെ പുതിയ വർഷം പിറന്നപ്പോൾ പുതുവത്സര ആശംസകൾ നേരുന്നുള്ള കാർഡുകളൊക്കെ നമ്മൾ കൈമാറി. നമ്മുടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായുള്ള 2 ആഘോഷമാണ് ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്തർ. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ഈ പെരുന്നാൾ ദിനങ്ങളിൽ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആഘോഷിക്കുന്നത്. പരസ്പരം ആശ്ലേഷിച്ചും പുതിയ വസ്ത്രങ്ങൾ ധരിച്ചും അത്തർ പൂശിയും മൈലാഞ്ചി അണിഞ്ഞും പരസ്പരം സ്നേഹങ്ങൾ കൈമാറിയും ബന്ധുവീടുകളിലൊക്കെ ചെന്നും നമ്മളെ സ്നേഹബന്ധങ്ങൾ പുതുക്കിയൊക്കെ നമ്മുടെ പെരുന്നാളുകൾ ആഘോഷിച്ചു വരുന്നു. വളരെ രുചികരമായ ബിരിയാണിയും മന്തിയും ചോറും ഒക്കെ കഴിച്ച് വളരെ സന്തോഷകരമായി നമ്മൾ കൈകൊട്ടിയും പാട്ടുപാടിയൊക്കെ ഈ ഒരു ആഘോഷം നമ്മൾ ആടിത്തിമിർക്കുക തന്നെയാണ്. നമുക്ക് അനുവദിച്ച ആഘോഷമായതുകൊണ്ട് നമ്മൾ ഇസ്ലാമികമായ രീതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളത് വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിച്ചു വരുന്നു. ഈ ഒരു ആഘോഷത്തെക്കുറിച്ചുള്ള ഒരു പാട്ടാണ്, അല്ലെങ്കിൽ ഒരു നശീദ, ഒരു മൻളൂമയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആ പാട്ടൊന്ന് ചൊല്ലി നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഈദുൻ സഈദ് എന്നുള്ള ഈ ഒരു മനോഹരമായ നശീദ ഒന്ന് ചൊല്ലി നോക്കാം. ഓക്കെ, ആർ യു റെഡി? യെസ് സർ. ഓക്കെ, വെരി ഗുഡ്. ഈദുൽ അദ്ഹ ഈദുൽ ഫിത്രി മാ അഹ്ലാ തിൽകൽ അഅയാദി നൽഹു നൽഅബു നൽബസു ഫീഹാ കുല്ല ജദീദിൻ യാ ഔലാദി തഹ്ലു ഫിൽ ഈദിർ റിഹ്ലാത്തി نلعب في سهل أو وادي يمرح في العيد الأصحاب لا تبذير ولا إفساد. ഒന്നുകൂടെ ചൊല്ലി നോക്കാം. ഈദുൽ അദ്ഹ ഈദുൽ ഫിത്രി മാ അഹ്ലാ തിൽകൽ അഅയാദി നൽഹു നൽഅബു നൽബസു ഫീഹാ കുല്ല ജദീദിൻ യാ ഔലാദി تهلو في العيد الرهلات نلعب في سهل أو وادي يمرح في العيد الأصحاب لا تبذير ولا إفساد. ഈ പദ്യത്തിൻ്റെ അർത്ഥം ഒന്നും നമ്മൾ പഠിച്ചു പോകണ്ടെങ്കിലും ജസ്റ്റ് അതിൻ്റെ ഒരു വരികളുടെ അർത്ഥം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഈദുൽ അദ്ഹ ഈദുൽ ഫിത്രി, വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ, മാഹിലാ തിൽക്കൽ അഅയാദ്, ആ ആഘോഷങ്ങൾ എത്ര മധുരകരമാണ്. നെൽഹു നെൽ അബു നെൽബസു ഫീഹ, നെൽഹു നമ്മൾ വിനോദങ്ങളിൽ ഏർപ്പെടുന്നു, നെൽ അബു നമ്മൾ കളിക്കുന്നു, നെൽബസു ഫീഹ അതിൽ നമ്മൾ ധരിക്കുന്നു, ഈ ആഘോഷവേള നമ്മൾ ധരിക്കുന്നു. കുല്ല ജദീദിൻ യാ ഔലാദി നമുക്ക് ലഭ്യമാവുന്ന അതിലെ ഏറ്റവും നല്ല പുതിയ വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുന്നു. തഹ്ലു ഫിൽ ഈദിർ റിഹ്ലാത്തി നമ്മൾ യാത്രകൾ പോകുന്നു. നെൽ അബു ഫി സഹിലിൻ ഔ വാദി നെൽ അബു നമ്മൾ കളിക്കുന്നു, ഫി സഹിലിൻ നിരന്ന പ്രദേശങ്ങളില്ലെങ്കിൽ സമതലങ്ങളിൽ, ഔ വാദിൻ താഴ്വരകളിൽ പോയി നമ്മൾ കളിക്കുന്നു. യംറഹു ഫിൽ ഈദിൽ അസ്ഹാബി നമ്മൾ കളിക്കുന്നു അല്ലെങ്കിൽ ആർത്തുല്ലസിക്കുന്നു. ഫിൽ ഈദിൽ അസ്ഹാബി യംറഹു ഫിൽ ഈദിൽ അസ്ഹാബി നമ്മൾ കളിക്കുന്നു, ഫിൽ ഈദ് ദിനത്തിൽ അൽ അസ്ഹാബി കൂട്ടുകാരെടുത്ത്. ലാ തബ്ദീറ വലാ ഇഫ്സാദി അത് അതിര് കവിയാതെയും കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെയുമാണ് നമ്മൾ ഈ കളികളിലും വിനോദങ്ങളിലും ഒക്കെ ഏർപ്പെടുന്നത് എന്നാണ് ഈ ഒരു പദ്യത്തിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത്. ഈ പദ്യത്തോടനുബന്ധിച്ച്, ഈ മൻളൂമയോടനുബന്ധിച്ച് അടുത്ത പേജ് നമ്പർ 11 കൊടുത്തിരിക്കുന്ന പ്രവർത്തനമാണ് ഹയ്യ നക്തശിഫു അൽ കലിമാത്തുൽ മുസജ്ജഅ മിനൽ മൻളൂമാത്ത് വ നക്തുബു അലൽ ലായിഹ. ഈ പദ്യത്തിൽ അല്ലെങ്കിൽ ഈ പാഠഭാഗത്ത് വന്നിരിക്കുന്ന കലിമാത്തുൽ മുസജ്ജഅ നമ്മൾ പ്രാസം ഒപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന പദ്യഭാഗത്ത് അല്ലെങ്കിൽ മൻളൂമയിലെ വാക്കുകൾ അഅയാദ്, ഔലാദ്, വാദ്, ഇഫ്സാദ് ഇതിൻ്റെയൊക്കെ അവസാന ഭാഗത്തിൽ ദാല് കൊണ്ട് പ്രാസം ഒപ്പിച്ചു വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള വാക്കുകൾ കണ്ടെത്തി ഈ പേജിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് നമ്മളെ സഹായിക്കാൻ കുറച്ച് ആളുകൾ അവിടെ നിർത്തിയിട്ടുണ്ട്, കുറച്ച് ഹൈവാനാത്തിനെ അവിടെ നിർത്തിയിട്ടുണ്ട്.
നമുക്ക് അവരാരൊക്കെയാണെന്ന് നോക്കാം. സൂറത്തുൽ അവൽ ഫീലുൻ, സൂറത്തുൽ സാനി അർനബ്, സൂറത്തുൽ സാലിസ് സഅലബ്, സൂറത്തു റാബിഅ ബബർ. ഓക്കെ, ഇവരുടെ കയ്യിലൊക്കെ ഒരു പ്ലക്കാർഡ്സ് ഉണ്ട് അല്ലേ. ഇതിൽ ഫീലിൻ്റെ കയ്യിലുള്ള പ്ലക്കാർഡിൽ അറിയാദ് എന്നും അർണബിൻ്റെ പ്ലക്കാർഡിൽ ഔലാദ് എന്നും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് സാലബിനെയും ബബറിനെയും അവരുടെ പ്ലക്കാർഡുകൾ പൂരിപ്പിക്കാൻ വേണ്ടി സഹായിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറിയാദ്, ഔലാദ് ഈ രീതിയിൽ പ്രാസം ഒപ്പിച്ച് അവസാനം ദാല് വന്നിട്ടുള്ള വാക്കുകളാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന് മൂന്നാമത്തെ വരി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മൂന്നാമത്തെ വരിയിൽ ഔവാദ്, ഔ എന്നുള്ളത് മാറ്റി നിർത്തി വാദ് എന്ന് മാത്രം നമുക്ക് എടുത്തെഴുതാം. അവസാനത്തെ വരിയിൽ ഇഫ്സാദ്, ഇഫ്സാദ് എന്നാണ് വന്നിട്ടുള്ളത്. ആ ഇഫ്സാദ് നമുക്ക് ബബറിന് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രവർത്തനം നമുക്കവിടെ പൂർത്തിയാവും. ആദ്യത്തെ വരിയിലെ വാദ് നമ്മൾ സാലബിന് വെച്ച് കൊടുക്കുന്നു. രണ്ടാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ വരിയിലെ ഇഫ്സാദ് നമ്മൾ ബബറിന് അല്ലെങ്കിൽ കടുവക്കും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രവർത്തനം പൂർത്തിയാവും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുവരെ എല്ലാവരും ഈ പ്രവർത്തനം നന്നായി ചെയ്ത് അത് നമ്മൾ ഗ്രൂപ്പിൽ പ്രദർശിപ്പിക്കണം, ഒരു ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.